സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോവാൻ പറഞ്ഞില്ലേ? കുഞ്ഞിന് ഒരുപാട് നൊന്തോടാ. കുഞ്ഞാറ്റെ, നിന്റെ സങ്കടം ഇനി മാറിയില്ലേ? ദേ, നീ ഇത് കണ്ടോ? ഒക്കെ നിനക്കുള്ളതാ. നിനക്ക് ഇഷ്ടാവോന്നറിയത്തില്ല, അമ്മ തന്നെ എടുത്തതാ. നീ ഇതൊന്ന് തൊട്ടു നോക്കെങ്കിലും ചെയ്യേ. നീ എന്തിനാ എപ്പോഴും ഈ കറുപ്പ് മാത്രം ഇടുന്നേ? ഇതിട്ട് നിന്നെ കാണുമ്പോ വല്ലാത്തൊരു അകലമുള്ളതുപോലെ തോന്നുന്നു അമ്മയ്ക്ക്. നിനക്കിതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഏതാ? ഇതാ. നീ ഇതൊന്ന് ഇട്ട് കാണിക്കോ? അമ്മയുടെ ഒരു ആഗ്രഹം കൊണ്ടോ? അയ്യോ, അതെ, ഇടുന്നില്ലെങ്കിൽ വേണ്ട, പിണങ്ങി പോവല്ലേ. ഞാനിത് ഇട്ടോണ്ടോ? കൈവല്യമല്ലേ വിഷുവിൻ കൈനീട്ടമല്ലേ, കന്നിവയിൽ കൈയരുളും നാണ്യം നീയല്ലേ. കൈവല്യമല്ലേ വിഷുവിൻ കൈനീട്ടമല്ലേ, കന്നിവയിൽ കൈയരുളും നാണ്യം നീയല്ലേ. വിണ്ണിൽ നിന്നും മണ്ണിൽ ചിന്നും സമ്മാനം ചേലിന്തല്ലേ. പൊന്മകനെ ചേരും നാളല്ലേ എന്നാനന്ദം നീയല്ലേ. പൂമടുത്തട്ടിലെ പുഞ്ചിരി ചന്തമായി മിന്നും പൊന്നേ, നിന്നിളം ചുണ്ടിനോടൊത്തിരി കൊഞ്ചേ ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. കാൽക്കളയിൽ കൈവളയിൽ തിരുകിലെ കളിയാടി വരും നേരം കാതോത്തിരുന്നിയമ്മ. പിച്ച പിച്ച വയ്ക്കും കണ്ണണിയേ, എന്നിരി തന്നിലെ കൃഷ്ണമണി നീ.
വയ്ക്കും കൺമണിയേ മിഴി തന്നിലെ കൃഷ്ണമണി നീ കഴിച്ചു കളയി. ഇതൊക്കെ ഇങ്ങനെ പാറി പടന്നാണോ കൊണ്ട് നടക്കുന്നേ? എണ്ണയും ഷാമ്പൂ ഒക്കെ ഇട്ട് കെട്ടി വെക്കണം. അമ്മ കെട്ടിത്തരട്ടെ? സുന്ദരി കുട്ടിയായി. എന്തോ ഒന്നിന്റെ കുറവുണ്ടല്ലോ. ഇതിന്റെ നോക്കി പൊന്നുംകുടത്തിന് പൊട്ട് വേണ്ടെന്നാ പറയുന്നേ. എന്നാലും ഇരിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാ എന്റെ മോളിപ്പോ സത്യം പറയൂ? നിനക്കിപ്പോ വിശ്വാസായോ ഞാൻ നിന്റെ അമ്മയാന്നുള്ളത്? ഇല്ല. പക്ഷെ എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടവും സ്നേഹവും നിങ്ങളോടാ. നേത്രാവതി എന്നെ സ്നേഹിച്ചത് പണത്തിന് വേണ്ടിയാ. ഒരു തവണ പിണങ്ങിയപ്പോ അവരെന്നെ കൊല്ലാൻ വരെ നോക്കി. പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ വന്നപ്പോ ഞാൻ എത്ര തവണ ദേഷ്യം കാട്ടിയിട്ടുണ്ട്, വഴക്ക് കൂടുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു ദേഷ്യമില്ലല്ലോ, സ്നേഹം മാത്രല്ലേ ഉള്ളൂ. അതാ മോളെ അമ്മ. പറഞ്ഞാ ഞാൻ ഇന്ന് ഒരേ ദുഃഖം, ഒരേ സാന്ത്വന വാക്കുകൾ. അവൻ വരും, ഡാഡി എന്ന് വിളിക്കും, ഈശ്വരനുണ്ടല്ലോ മുകളില്. അങ്ങനെ എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. പക്ഷെ എനിക്ക് മാത്രം മറക്കാൻ പറ്റുന്നില്ല മോഹിതേ. ആറ് വർഷമായി ഒരേ ഉമ്മിത്തിയിൽ. ആര് പറഞ്ഞു ഒറ്റയ്ക്കാന്ന്? പങ്കുവെക്കാനുള്ളത് ദുഃഖം മാത്രമാണെങ്കിലും ഞാനില്ലേ മുരളിയേട്ട കൂട്ടിന്? ദുഃഖത്തേക്കാൾ കുറ്റബോധ മുരളിയേട്ട എന്റെ ഉള്ളിൽ നേറിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു നിമിഷത്തെ നോട്ടക്കുറവുണ്ടല്ലേ? നീ എന്ത് ചെയ്തിട്ടാ മോഹിതേ? അന്ന് ഞാൻ ജുവലിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ജയറാമിനെയും കൂടി കൂട്ടിയാൽ മതിയായിരുന്നു. സംഭവിച്ചു കഴിഞ്ഞതിനെ പറ്റി ഇനിയൊന്നും അവനുണ്ടോന്നെങ്കിലും. മുരളിയേട്ടാ. ഡാഡി
വാ മോളെ. ഇവിടെ ഇരിക്കെ. മോൾ ഉറങ്ങിയില്ല ഇതുവരെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ജയറാമേട്ടനെ ഇനി അന്വേഷിക്കണ്ട. അതെന്താ മോളെ? ജയറാമേട്ടൻ ഇനി വരില്ല ഡാഡി. ജയറാമേട്ടൻ ജീവനോടെ ഇല്ല. എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞു? എന്താണ് നീ പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന് നീ എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞു? മോഹിതേ, ഇവിടെ കൊണ്ടുപോയി. ഡാഡി അവള് കുഞ്ഞല്ലേ, നിന്റെ ഈ കഷ്ടപ്പാട് കണ്ട് വായി തോന്നി എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ ഇരിക്കേ. എന്ത് തോന്നിയ നീ ഡാഡിയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സത്യമാ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. നീ വാങ്ങി തോന്നിയതൊക്കെ വിളിച്ച് പറയാന്നാ? ഒപ്പം ഇല്ലെങ്കിലും നിന്നോടുള്ളത് പോലെ തന്നെ സ്നേഹ ഡാഡിക്ക് ജയറാമിനോടും. എന്തറിഞ്ഞിട്ടാ നീ നിന്റെ ഏട്ടനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത്? ജയറാം ഇവിടുന്ന് പോകുമ്പോ നിനക്ക് ഓർമ്മ തെളിഞ്ഞിട്ട് പോലുമില്ല. നാട്ടുകാരും പോലീസുകാരും എല്ലാം അന്വേഷിച്ചു, ഒരു തുമ്പം കിട്ടിയില്ല. അതിനേക്കാളും വലിയ CBI ആണോ നീ? അല്ല, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക. വേണ്ട, കഥയും കളിയൊക്കെ കുറച്ച് കൂടിപ്പോയി. നീ ഓരോ കഥ മെനഞ്ഞുണ്ടാക്കുമ്പോഴും അത് പ്രോത്സാഹിപ്പിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. മറ്റുള്ളവരെ പറ്റി പറയുമ്പോ അത് കേൾക്കുന്നവരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു കൂടി ആലോചിക്കണം. അതിനൊക്കെയുള്ള പ്രായം ആയിട്ടുണ്ട് നിനക്ക്. മമ്മി വേണ്ട, നീ പറയുന്ന ഒന്നും കേൾക്കണ്ട എനിക്ക്. ഡാഡിയോട് മാപ്പ് പറഞ്ഞിട്ട് മിണ്ടിയാ മതി നീ എന്നോട്. എന്റെ മാതാവേ, എന്നതാ ഞാൻ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. ഇച്ചായ, ഇത് കുടിക്കേ. ആ ചൂടൊന്ന് ഇറങ്ങട്ടെ. പറയാനുള്ളതെല്ലാം സാമുവിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞില്ലേ? പിന്നെ എന്നതാ ഇച്ചായനൊരു സങ്കടം? സാമുൽ അല്ല ഇനി എന്റെ പ്രശ്നം. അയാൾ ഇന്നലെ മാത്രം എന്റെ ജീവിതത്തിലേക്ക് വന്നതാ. കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെയാനി. നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവോ അത്രമാത്രം ആഴത്തിൽ കരണ്ടേയും വരും. പിന്നെ ചിലപ്പോ അത് വെടിച്ചായ. ഇച്ചായനെ ജയിലിൽ കയറ്റിയ നിമിഷം ആ ബന്ധം ഞാൻ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. സാമുൽ അല്ല എന്റെ പ്രശ്നം, ഏഞ്ചൽ മോള. ഞാൻ അവളോട് പറഞ്ഞു, അവൾക്ക് ഇഷ്ടമുള്ളപ്പോ എന്നോട് സംസാരിച്ചാൽ മതിയെന്ന്. എന്നോട് ക്ഷമിക്കും.
മമ്മിക്ക് പപ്പയെന്നും പറഞ്ഞ് അവള് പിന്നീന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് മുറിയിൽ ഇറങ്ങുന്ന നിമിഷം വരെ ഞാൻ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല ഇതുവരെ. ഞാൻ അവളോട് പറയാ പപ്പയോട് വന്ന് മാപ്പ് പറയാൻ. വേണ്ട നീ, പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് മധുരം ഉണ്ടാവില്ല, കുഞ്ഞുങ്ങളിൽ നിന്നായാലും. അവൾ എങ്ങനെയാ മാറിപ്പോയത്? എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? ഒരമ്മയ്ക്ക് അത് പറയാനാവൂ. അതിന്റെ ഒരു ഉത്തരം ഇപ്പോഴും എനിക്ക് കിട്ടുന്നില്ല ചായ. ഈ ചായനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയ അന്ന് രാത്രി വലിയ സങ്കടത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു ആള്. പക്ഷെ പിറ്റേന്ന് രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോ വേറൊരാളായിട്ടാ. വേഷത്തിലും രൂപത്തിലും ഒക്കെ അടിമുടി മാറ്റം. ഈ വീടും ചുറ്റുവട്ടവും ഒക്കെ ആദ്യമായിട്ട് കാണുന്നത് പോലെ അവള് നോക്കിക്കണ്ടത്. ഇവിടുത്തെ ഊണുമേശയ്ക്ക് വൃത്തി പോരാന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരാൻ കാറ് വേണോന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞങ്ങൾ കരുതിയത് എല്ലാം ഒരു തമാശയാണെന്ന്. പക്ഷേ ഏഞ്ചൽ മോള് അങ്ങനെ തമാശ പറയാറില്ലല്ലോ. ഇച്ചായനറിയില്ല ഇന്നലെ വരെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന അംഗം. കെവിനും ഇസയും ഒരു വശത്ത്, അതിന്റെ 10 ഇരട്ടിയായിട്ട് മറുവശത്ത് ഏഞ്ചൽ മോള്. തമ്മിലടിയും പോരുകുത്തലും തന്നെ. ഇതിനു മുൻപ് ഏഞ്ചൽ മോളെ കൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടായിട്ടില്ലല്ലോ. പ്രായത്തിനപ്പുറം പക്വതയുണ്ടായിരുന്നു. ഇതിന് മാത്രം കുശുമ്പും കുന്നായ്മയും അവള് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് അതിശയായിരുന്നു എനിക്ക്. പ്രാർത്ഥനയും കുറഞ്ഞു. കുറച്ചു മുൻപ് ഇച്ചായം പറഞ്ഞില്ലേ, ഒരു സാധാരണ അച്ഛനല്ല, മാതാവിന്റെ അനുഗ്രഹമുള്ള ഒരു മാലാഖക്കുട്ടിയുടെ അച്ഛനാണെന്ന്. അത് കേട്ടപ്പോ എന്റെ ചങ്ക് പിടക്കായിരുന്നു. അവൾക്കിപ്പം മാതാവിനെ വേണ്ടി ചായ. മനസ്സർപ്പിച്ച് ഒരു തിരി പോലും കത്തിച്ചു കണ്ടിട്ടില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ച പേരിന് വന്നൊന്ന് കൈകൂപ്പും. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ മാലാഖ ചൊല്ലാൻ പറഞ്ഞപ്പോ അവള് പറയാ മറന്നുപോയിന്ന്. അതിനു വേണ്ടി എന്താ ഇനി അവൾക്ക് സംഭവിച്ചത്? എനിക്കറിയില്ല ചായ. ഇച്ചായനും കൂടെ ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് പെട്ട പാട് എനിക്ക് മാതാവിന് മാത്രമേ അറിയൂ. ഇനിയിപ്പൊ ഇച്ചായം വന്നതുകൊണ്ട് എല്ലാം നേരെയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ജയിലിൽ വന്നപ്പോ തന്നെ അവള് വേറെ ആരോ ആയി മാറിയതായി ഞാൻ തിരിച്ചറിഞ്ഞതാ. എന്റെ ഏഞ്ചൽ മോളാണെങ്കിൽ എന്നെ തള്ളി പറയത്തില്ല, തള്ളി പറയാൻ അവൾക്ക് പറ്റത്തില്ല. എന്റെ വേർപ്പ് വെറുക്കുന്ന ആളല്ല എന്റെ ഏഞ്ചൽ മോള്. ആ വേർപ്പിൽ ഒട്ടിപ്പിടിച്ച് കിടന്ന് മയങ്ങാൻ ഇഷ്ടപ്പെടുന്നവളാ. ആ മുറിയിൽ ഇപ്പോ ഉള്ളത് എന്റെ ഏഞ്ചൽ മോൾ അല്ല. നീ മറ്റാരോ. മറ്റാരോ. അപ്പൊ സംശയിച്ചൊക്കെ ശരിയാ. അവൾക്ക് എന്തൊക്കെയോ കൂടുതൽ അറിയാം. പക്ഷെ ആരുടെ കയ്യിൽ നിന്ന്, അതാ എനിക്കറിയേണ്ടത്. ഇത്ര നാളും നമ്മൾ മറച്ചു വെച്ച വിവരം ജൂലെങ്ങനെ അറിഞ്ഞു? ഒന്നും രണ്ടും ദിവസമല്ല, വർഷങ്ങൾ മറഞ്ഞു കിടന്ന സത്യം. എന്തായാലും സംഭവിച്ചു പോയില്ലേ, ഇനി ബാക്കി നോക്കിയേ പറ്റൂ. അതങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി. ഒരു ചുണ്ടിന്നല്ലാതെ ഒരു കാതിലേക്ക് ഒരു രഹസ്യവും ചോരില്ല. കേൾക്കാനുള്ള കാത് നമുക്ക് പത്താം, പക്ഷെ ചുണ്ട് പിന്നെയും ചലിച്ചുകൊണ്ടിരിക്കും. ചേച്ചിയുടെ കയ്യിൽ നിന്നാണോ? തുറന്നു പറഞ്ഞു. ഞാൻ പറയൂടാ, എന്നെ കൊണ്ട് പറയാൻ പറ്റുമോ? തലവെട്ടും കുഴിച്ചുമൂടുന്നൊക്കെ ചേച്ചിയുടെ സ്ഥിരം ഡയലോഗാ.
അത് പിള്ളേരെടുത്ത് വരെ പറയും. ആയുസത്താ ചാകേണ്ടി വന്ന ആ ചെറുക്കനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ. അങ്ങനെ അവളുടെ അടുത്തും ഉണ്ടായിട്ടുണ്ടോ ഒരു വീരസ്യം പറച്ചില്? ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും. ഉണ്ടായിട്ടില്ലെങ്കിൽ കൊള്ളാം. സ്ഥലമടക്കം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നത് ഇവിടെ ആയിരിക്കില്ല, കോടതിയിലും പൊതുസമൂഹത്തിന് മുന്നിലും. ഭൂമിനാഥൻ അതിന് നിന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് ഒറ്റയാളെയും കൂടി തീർത്തിട്ടായിരിക്കും. അറിയാലോ ചേച്ചിക്ക്. ഞാൻ ഇനി എന്തു പറഞ്ഞ നിന്നെ വിശ്വസിപ്പിക്കാം? നീയാണോടി? ദൈവത്തിനാണ് എന്റെ വായിന്നൊന്നും പോയിട്ടില്ല സാറേ. ആ അത് കളാ. ഇത്തരം ചെറ്റത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവർക്ക് എന്തോന്ന് ദൈവം. അവളൊന്നും പുറത്തു പറയില്ല എന്ന് എനിക്ക് ഉറപ്പാ ഭൂമി. ശങ്കരൻ അവനുമായിട്ടൊന്നും ജുവലിന് വലിയ അടുപ്പമില്ല. നേരത്തെ അവൾക്ക് അവനോട് അറപ്പും വെറുപ്പൊക്കെ ആയിരുന്നു. വീട് വിട്ട് തിരിച്ചു വന്നേ പിന്നെ എന്തോ പേടി പോലെയാ. ആ പേടിയും സൂക്ഷിക്കേണ്ടതാ. പെട്ടെന്ന് അവൾക്ക് അങ്ങനെ ഒരു പേടി കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ ശങ്കരനുള്ള റോൾ എന്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാ കരുതേണ്ടത്. മദ്യപാന സദസ്സുകളിലെ വീരസ്യം പറച്ചിലായിട്ടാ ഇതുപോലത്തെ പല രഹസ്യങ്ങളും പൊടിയുന്നത്. അതാ ഞാൻ ശങ്കറിനെ സംശയം പറഞ്ഞത്. അവൻ കള്ളൊന്നും കുടിക്കില്ല. വീട്ടിലോട്ട് പോലും അധികം ഒന്നും വിടാറുമില്ല. അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് വിട്ടുനിന്ന സമയത്ത് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. പുറത്തുനിന്ന് ആരറിയാനാ? എന്തു പറയാനാ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലോകത്തൊരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയ പല ക്രൈമിനും പുറത്തുനിന്നുള്ള ഒരു സാക്ഷിയായിട്ടുണ്ട്. കള്ളന്മാരോ കള്ള് കട്ടുകുടിക്കാൻ തെങ്ങേ കയറുന്നവന്മാരോ. അങ്ങനെയാണെങ്കിൽ അവരിത്രയും വർഷം എന്താ മിണ്ടാതിരുന്നത്? ആ കൊച്ചിനോടത് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ലാഭം ഉണ്ടാവാനാ? നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 10 കാശുണ്ടാക്കിക്കൂടെ? ഇനി വലിയ സത്യസന്ധന്മാരാണെങ്കിൽ പോയി പോലീസിൽ പറഞ്ഞൂടെ? എന്റെ സംശയം അയാളെ തന്നെയാ. ആര്? അളിയനോ? ഒരു ഷവർമ വാങ്ങിക്കണം. അതുകൊണ്ട് എന്താവാനാടാ? ഒരു നുള്ളു സയനൈഡ്.